റംബൂട്ടാൻ എല്ലാം പഴുത്ത് 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 ചിലത് പഴുത്തിട്ടുണ്ട്, ചിലത് പഴുത്തിട്ടില്ല. ഇത് കണ്ടോ, ഇതിൽ ചെറിയ കുഞ്ഞിക്കായുണ്ട് കേട്ടോ. അതിനകത്ത് കുരുവില്ല. ഞാൻ ഇന്നലെ നന്ദനം കൊടുത്തു വിടണം പോലത്തെ. അപ്പോൾ ഇച്ചിരി റംബൂട്ടാൻ പറിച്ച് നമുക്ക് അച്ചാറിടാം. നല്ല ടേസ്റ്റാണ്. കാരണം അത് കൊലയായിട്ട് ഇങ്ങ് ഒടിച്ചെടുക്ക്. കഴിഞ്ഞ ദിവസം എന്തെങ്കിലും കുറച്ച് ഒടിച്ചായിരുന്നു. അതിന് ചുമ്മാ തിന്നാനായിരുന്നു. ഇനിയിപ്പോൾ ഇത് കണ്ടുകൊണ്ട് ആരും പറയണ്ട നിപ്പ വരുമെന്ന് പറയണ്ട. നിപ്പ ഒന്നും വരത്തൊന്നുമില്ല കേട്ടോ. അതെല്ലാം മൊത്തം ഒടിക്കാൻ പറഞ്ഞായിരുന്നു അശ്വതി. നീ ഇവിടെ കയറി ഇന്ന് ഒടിക്കടാ അതിലോട്ട്. നമ്മുടെ അല്ല കേട്ടോ റംബൂട്ടാൻ, തൊട്ടടുത്ത വീട്ടിലെയാണ്. അപ്പോൾ അടുത്ത് ചേച്ചിയും പറഞ്ഞു അതെല്ലാം ഒടിച്ചെടുത്തോ വെറുതെ മാവൽ. ഇവിടെ ഒന്നും കണ്ടോ, ഇവിടെ മുഴുവനും തോടാം. ഇങ്ങനെ ഇവിടെ മൊത്തം ഇത് അവരുടെ മുറ്റത്തും അതെ. കണ്ടോ തിന്നുന്നത് കണ്ടോ, എങ്ങനെ ഉണ്ടോ, മധുരം ഉണ്ടോ? നല്ലപോലെ ചുമന്നെടുക്ക്. ഇത് മതി അച്ചാറിടാൻ. അങ്ങനെ പറിച്ചെടുക്കുക, ആ പഴുത്തത് പറിച്ചെടുക്ക്. അയ്യോ നീറുണ്ട് ഇതേ. നീ ആ പഴുത്ത് ഞാനൊരു പാത്രം എടുക്കാം. ആ പഴുത്തത് അങ്ങ് പറിക്കാതെ കിടക്കണേ. നമ്മുടെ റംബൂട്ടാൻ പറിച്ച് എടുത്ത് എല്ലാവരുടെയും തീറ്റയും കഴിഞ്ഞ് ലാസ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത്രയും മതി അച്ചാറുണ്ട്, കുറച്ച് മതി. ഞാൻ എനിക്ക് വേണ്ടി മാത്രം അച്ചാറിടുന്നുണ്ട്. ഇവിടെ ഇവർക്കാർക്കും ഇതിൽ വലിയ, ഇവിടെ മാങ്ങ മാത്രമേ ഉള്ളൂ അച്ചാറിട്ടാൽ പോകുന്നത്. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത് ഇനി ഇതിൻ്റെ തോട് പൊളിച്ചെടുക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ ഞെക്കിയാൽ മതി. ഞെക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ തുറന്നു വരും. അങ്ങനെ എല്ലാം ഞാനൊന്ന് പൊളിച്ചെടുക്കട്ടെ. ഇത് ചെറുത് സൈസ് കായാണ്, ഇത്തിരി വലുപ്പമുള്ളതല്ല. മധുരമുണ്ട് കേട്ടോ, എന്നാൽ ചെറിയൊരു പുളിയുണ്ട്. ഇത് കണ്ടോ, ഇത്രയും തോടിന് ഇത്രയും കായേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഇത് കണ്ടോ, തോട് നോക്കിയാൽ ഒത്തിരി ഉണ്ട്. അപ്പം ഞാനിതെല്ലാം തോടെല്ലാം കളഞ്ഞെടുത്ത് ഇനി നമുക്കിത് അച്ചാറിടാനായിട്ട് തുടങ്ങുവാണേ. നമ്മുടെ അച്ചാറിനുള്ള വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, കായം, പിന്നെ ഉലുവാപ്പൊടിയൊക്കെ ശകലം മതി. വിനാഗിരിയുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അച്ചാറിടുന്നതിന് വേണ്ട സാധനങ്ങളൊക്കെ. ഇത്രയല്ല കേട്ടോ, മെയിൻ ഒരു സാധനമുണ്ട്, മുളക് പൊടി വന്ന്. അപ്പം ഞാനിതിന് വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. കടുക് ഞാൻ മുമ്പേ കാണിച്ചില്ലായിരുന്നു അല്ലേ. കടുക് ഒരു ശകലം ഇടുന്നുള്ളത്, ഇച്ചിരി അല്ലേ ഉള്ളൂ. കടുക് ഒരു ശകലം, കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടുമ്പം അതിലേക്ക് ഞാൻ ഇഞ്ചി നല്ലപോലെ വറുത്തങ്ങെടുക്കും. പിന്നെ പച്ചമുളകും കൂടി ഇട്ട് വെളുത്തുള്ളി ഇട്ട് ഇതിലേക്ക് ഇനി ഞാൻ ഇത് സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിരിയമുളക് പൊടിയാണെങ്കിൽ നല്ല കളറും കിട്ടും, എരിവും കുറഞ്ഞിരിക്കും. ഇത് ഇച്ചിരി എരിവ് കാണും, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നല്ല എരിവുണ്ടെങ്കിൽ ആ പുളിയും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ അതങ്ങ് സെറ്റാകും. ഇതിലേക്ക് ഇനി ഉലുവാപ്പൊടി, പിന്നെ കായപ്പൊടി, പിന്നെ കറിവേപ്പില. ഇതിലേക്ക് വിനാഗിരിയാണ്.
വിനാഗിരി ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. നല്ലപോലെ തിളച്ചു. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മുടെ റംബൂട്ടാൻ ഇത് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉപ്പൊക്കെ നോക്കട്ടെ. ഇതൊരു ചെറിയ പുളിയും മധുരവും കൂടെ ഉള്ളതായതുകൊണ്ടുണ്ടല്ലോ നല്ല രുചിയാണ് അച്ചാറിടാനായിട്ട്. അടിപൊളിയാണ്. ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇടുവേ. അപ്പോൾ ഒരു ചെറിയ മധുരവും പുളിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിട്ടല്ലോ ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെയാണ്. ഇപ്പോൾ ശർക്കരയും കൂടെ ഇതിൻ്റെ കൂടെ പെട്ടെന്ന് കരഞ്ഞോളും. ഇത്രയേ ഉള്ളൂ. ഞാൻ ഓഫ് ചെയ്തേ. അങ്ങനെ നമ്മുടെ റംബൂട്ടാൻ അച്ചാർ സെറ്റായി. ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ വെച്ചിട്ട് കഴിക്കാൻ കേട്ടില്ല, അടിപൊളി ടേസ്റ്റാണ്. ഈ റംബൂട്ടാൻ അച്ചാർ ഇടുമ്പോഴത്തേക്കും മുളക് ഇച്ചിരി നല്ലോണം എണ്ണയും മൂപ്പിച്ചാണ് എടുക്കാനായിട്ട്. എന്നാലും നല്ല കളറായിട്ട് അതെല്ലാം സെറ്റാവുള്ളൂ. ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്നും കൂടെ ഇതിനകത്ത് നീരൊക്കെ അങ്ങ് ഇറങ്ങും കേട്ടോ. ഇറങ്ങി വെച്ച് നമുക്കിത് കഴിക്കാനായിട്ട് കുരുവെന്ന് പെട്ടെന്ന് അന്നേരം അതങ്ങ് വിട്ട് വരും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.